സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ NE07 അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ്. ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് നിലവിൽ 5 മുതൽ 6 മണിക്കൂർ വരെ യാത്രാ ദൈർഘ്യമുണ്ട്. അതിനി 2.5 മണിക്കൂറായിട്ട് കുറയാൻ പോവുകയാണ്. 2 മുതൽ 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്താം. അതിവേഗ എക്സ്പ്രസ് വേ ആണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ. പുതുതായി നിർമ്മിക്കുന്ന ഈ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ നീളം 260 കിലോമീറ്ററാണ്. ബംഗളൂരു ഒസ്കോട്ടയിൽ നിന്ന് ആരംഭിച്ചിട്ട് ചെന്നൈയിലെ ശ്രീപെരുമ്പത്തൂർ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലാണ് പാത ചെന്ന് അവസാനിക്കുന്നത്. ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നെത്താലെ കിട്ടുന്നതാണ്. ഇതാണ് ഹൊസ്കോട്ടോ ഇൻ്റർചേഞ്ച്. ക്ലവർ ലീഫിൻ്റെ പ്ലാന് 4 കൂടിയിട്ടുള്ള ജംഗ്ഷനാണ് ഈ ഒരു ഹൊസ്കോട്ടോ ജംഗ്ഷൻ. അവിടെയാണ് ഇൻ്റർചേഞ്ച് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിലേക്കുള്ള എല്ലാ എക്സ്പ്രസ് വേകളെയും ഹൈവേകളെയും കണക്റ്റ് ആക്കിക്കൊണ്ട് സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ് വരുന്നുണ്ട്. 280 കിലോമീറ്റർ നീളത്തിൽ ബംഗളൂരു ടൗണിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ നാഷണൽ ഹൈവേയിലേക്കും എല്ലാ എക്സ്പ്രസ് വേയിലേക്കും ആക്സസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു STRR വരുന്നത്, സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ്. ഏതായാലും ബാംഗ്ലൂരു ടൗണിലേക്ക് ഇനി ആർക്കും പ്രവേശിക്കാതെ തന്നെ ചെന്നൈയിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന ആളുകൾക്കും ഡൽഹിയിലേക്ക് പോകുന്ന ആളുകൾക്കും ഈ ഒരു സാറ്റലൈറ്റ് റിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് അടുത്തുള്ള എക്സ്പ്രസ് വേയിലേക്ക് പോകാവുന്നതാണ്. ടൗണിലെ ബ്ലോക്കിൽ പെടാതെ ഇനി ബാംഗ്ലൂരു ടൗണിലോട്ട് വരാതെ തന്നെ ഈ ഒരു റിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരു ടൗണിൽ നിന്ന് 4 സൈഡിലേക്കും പോകാൻ പറ്റുന്നതാണ്. അതായത് പൂനെയിൽ നിന്ന് ഒരാൾക്ക് ചെന്നൈ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റ് റോഡിലൂടെ കയറി കണ്ട് നേരെ ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിലോട്ട് വരാം. പരമാവധി സമയം ലാഭിക്കുവാനും ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് രാജ്യത്തിൻ്റെ ഈ തല മുതൽ ആ തല വരെ സുഖമായിട്ട് സഞ്ചരിക്കാനും വേണ്ടിയിട്ട് ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബംഗളൂരു ചെന്നൈ ഗ്രീൻഫീൽഡ് പുതിയ എക്സ്പ്രസ് വേ വരുന്നത്. NE7 നാഷണൽ എക്സ്പ്രസ് വേ 7. അതാണ് നമ്മളെ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ. എന്താണ് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും ഞാനെങ്ങാനും ദുബായിലോ സൗദിയിലോ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെറ്റി. ഇതാണ് നമ്മുടെ ബംഗളൂരു, ഇത് നമ്മ ബംഗളൂരു. സുഹൃത്തുക്കളെ, കൺകുളിർക്കെ കണ്ടോളൂ. ഇതാണ് ഇൻ്റർചേഞ്ച്, ക്ലവർ ലീഫ് എന്നൊക്കെ പറയും. എന്താണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ പണ്ട് സൗദിയിലും ദുബായിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമോ എന്നുള്ള ചോദ്യം പല ആളുകളുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ നാട്ടിലും എത്തി. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു എക്സ്പ്രസ് വേ വരുന്നത്, ബാംഗ്ലൂരു ടു ചെന്നൈ എക്സ്പ്രസ് വേ. ഏതായാലും ഈ ഒരു ഇൻ്റർചേഞ്ച് ക്ലവർ ലീഫ് അടിപൊളിയായിട്ടുണ്ട്. ഒസ്കോട്ടോ ഭാഗത്താണ് ഈ ഒരു ക്ലവർ ലീഫ് ഉള്ളത്. കോളാർ, ബാംഗ്ലൂരു ടൗണ്, അതേപോലെ ചെന്നൈ എന്നീ പ്രധാന ജംഗ്ഷനിലേക്കുള്ള ഇൻ്റർചേഞ്ച് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒസ്കോട്ടോ ഇൻ്റർചേഞ്ചിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗാർഡൻ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഏകദേശം കുറച്ച് ഭാഗം കണക്ട് ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞു. എക്സിറ്റ് ആകേണ്ട ആളുകൾക്ക് സുഖമായിട്ട് എക്സിറ്റ് ആകാം, എൻട്രി ആകുന്ന ആളുകൾക്ക് സുഖമായിട്ട് എൻട്രി ആകാം. STRRൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് റിംഗ് റോഡിലേക്ക് കയറുന്ന ആളുകൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടെയാണ് കയറുന്നത്. ദേവനഹള്ളി ഭാഗത്തേക്ക് പോകുന്ന, അതായത് പുതിയ NH 648 STRR, അതിന് നമ്പർ കൊടുത്തിട്ടുള്ളത് NH 648 കേട്ടോ. അപ്പോൾ ആ ഒരു സാറ്റലൈറ്റ് റിംഗ് റോഡിലോട്ട് കയറുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. അതായത് നമ്മുടെ ഇന്ത്യ എത്രത്തോളം വളർന്നു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ മതി. बाहर से कोई लोग ये वीडियो देखेगा तो उसका कोई समझ नहीं आएगा ये मलयालम में क्या क्या बोलते हैं. भाई साहब, आप लोग है ना, ये आराम से वीडियो देखो, पिक्चर बस देखो, मेरा बात छोड़ो. आपको मालूम आएगा इंडिया कितना आगे चलती है. बेंगलुरु चेन्नई एक्सप्रेस वे, उसका काम अभी बहुत अच्छा सा चल रहा है. फेज़ 1 में दिलीप बिल्डकॉन काम करता है, उसका 95% काम हो गया. ये है इंटरचेंज, ऑस्कोटो इंटरचेंज. अभी हम देखने वाला है बेंगलुरु चेन्नई एक्सप्रेस वे NE7. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ബാംഗ്ലൂരു ടു ചെന്നൈ. ബാംഗ്ലൂർ എന്ന് പറയുന്നത് IT ഹബ്ബാണ്. ചെന്നൈ എന്ന് പറയുന്നത് വ്യാവസായിക നഗരമാണ്. അപ്പോൾ ഈ ഒരു 2 പട്ടണങ്ങൾക്കിടയിൽ ഒരു അതിവേഗ പാത വരുന്നത് രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ നല്ല മാറ്റമുണ്ടാകും, GDPയിൽ നല്ല വളർച്ച ഉണ്ടാകും. കാരണം IT ഹബ്ബായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ റോഡ് മാർഗം പോകുന്നത്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 മണിക്കൂർ വരെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് എത്തുന്നത്. ആ മണിക്കൂർ ലാഭിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് പുതുതായിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നതോട് കൂടിയിട്ട് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ടാകും. അതും GDPക്ക് ചെറിയ തോതിൽ ഒരു വളർച്ച നൽകും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 900 കോടി രൂപ മുടക്കാൻ ടാറ്റ കമ്പനി തയ്യാറാണ്. ടാറ്റ കമ്പനി ഈ ഒരു ഹൈവേയുടെ സൈഡിൽ
900 കോടി രൂപ മുടക്കിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്. കാർ നിർമ്മാണശാല തുടങ്ങുന്നുണ്ട്. 4000-ലധികം ആളുകൾക്ക് ജോലി നൽകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ കമ്പനി ഇതിൻ്റെ പരിസരത്ത് തുടങ്ങുന്നത്. ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായിട്ടുള്ള ടെസ്ല കമ്പനിയും ഈ ഭാഗത്ത് എവിടെയോ വരുന്നുണ്ട് എന്നൊക്കെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. 120 പരമാവധി സ്പീഡ്, അതായത് 120 ഡിസൈൻ സ്പീഡ്. പിന്നെ മറ്റുള്ള എക്സ്പ്രസ് ഹൈവേയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് പണികൾ ഏകദേശം കഴിഞ്ഞു. ട്രാക്ക് ലൈൻ തെറ്റിച്ചാൽ ക്യാമറ പിടിക്കുന്നതാണ്. നിങ്ങൾ എത്ര സ്പീഡിലാണ് പോകുന്നത് എന്ന് പോലും ഇവിടെ അറിയാൻ പറ്റും. പുറം രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കാണാറുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ അവിടെ ഓടിക്കുന്ന അതേ ഒരു ഡിസിപ്ലിനും അതേ ഒരു റോഡുമാണ് നിങ്ങൾക്ക് ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്നത്. ട്രാക്ക് തെറ്റിച്ചാൽ ഫൈൻ ഉണ്ട്, ക്യാമറ എല്ലാം സജ്ജമാണ്. നിങ്ങൾ എത്ര സ്പീഡിലാണ് പോകുന്നത് അതൊക്കെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. 120 ഡിസൈൻ സ്പീഡ്, 140 വരെ പോകാൻ പറ്റുന്നതാണ്. ബാംഗ്ലൂർ ടു ചെന്നൈ 140 സ്പീഡിൽ 260 കിലോമീറ്റർ. എത്ര ദൂരം കൊണ്ട്, എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. റോഡ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. 60 മീറ്ററിൽ 4 വരിയാണ് ഈ ഒരു പാതയുടെ വീതി. പിന്നെ സർവീസ് റോഡ് ഇല്ല, ആക്സസ് കൺട്രോൾഡ് ആണ്. അതായത് തോന്നിയ പോലെ ഇതിലോട്ട് കയറാൻ പറ്റൂല. എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ തന്നെ ആക്സസ് കൺട്രോൾഡ് ആണ്. 60 മീറ്ററിൽ ഈ ഒരു പാത നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് കൊണ്ട് ഭാവിയിൽ ഗതാഗതത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് 8 വരി വരെ ആക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് പാലങ്ങളുടെയും കലുങ്കുകളുടെയൊക്കെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഓട്ടോ ബൈക്കൊന്നും ഇതിലോട്ട് പ്രവേശനമില്ല. 60 മീറ്ററിൽ എവിടെയും സർവീസ് റോഡ് ഇല്ല. ഇന്റർചേഞ്ചുകൾ ഉണ്ട് എന്നല്ലാതെ സർവീസ് റോഡ് എവിടെയും ഇല്ല. ഒരുപാട് അണ്ടർപാസുകളും അടിപ്പാതകളൊക്കെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഓവർപാസുകളുണ്ട്. ട്രക്കുകൾക്കും ബസ്സുകൾക്കും 80 സ്പീഡാണ് നിശ്ചയിച്ചിട്ടുള്ളത്. LMV 120. ലൈൻ കീപ്പ് ചെയ്യണം എന്ന് കറക്റ്റായിട്ടുള്ള ബോർഡ് ഓരോ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇടവിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാമറ 1 കിലോമീറ്ററിൽ വെച്ചിട്ടുണ്ട്. അതായത് 1 കിലോമീറ്റർ ഇടവിട്ടിട്ട് ക്യാമറയുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അപകടം പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിലുള്ള ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇനി തിരിച്ച് വീട്ടിലിട്ട് എളുപ്പത്തിലെത്താം. അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ലോങ് ഡ്രൈവ് നടത്തിയിട്ട് ഇങ്ങനെ എന്താ സുഖത്തിലിങ്ങനെ പാട്ടും കേട്ട് ഇങ്ങനെ പോകാം. അതിങ്ങനെ എക്സ്പ്രസ് വേയിലൂടെ 120 140 120 140 ആക്സിലേറ്റർ വന്ന് കാലെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. പെട്ടെന്ന് ഇതാ അമ്മേ ഞാൻ അവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേന് അവിടെ എത്തുന്നു. എന്താ റോഡ്! ഈ ഒരു പാത 3 സംസ്ഥാനത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു. ആന്ധ്രാപ്രദേശിൻ്റെ ചിറ്റൂർ, റാണിപ്പേട്ട് ഭാഗത്ത് കൂടെയാണ് ഇത് പോകുന്നത്. റാണിപ്പേട്ടുള്ള ആളുകൾക്ക് കോൾ അടിച്ചിട്ടുണ്ട്. റാണിപ്പേട്ടിലാണ് 9000 കോടി രൂപ മുടക്കിയിട്ട് ടാറ്റ കമ്പനി സ്ഥാപനം തുടങ്ങുന്നത്. റാണിപ്പേട്ടിൽ ഈ ഒരു ഹൈവേ വരുന്നതിന് മുമ്പ്, ഈ ഒരു ഹൈവേൻ്റെ പണി തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളേറെ 25 മടങ്ങ് സ്ഥലത്തിന് വില കൂടിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ നല്ല ഒഴുക്കാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. റാണിപ്പേട്ട തമിഴ്നാട്ടിലാട്ടോ, തമിഴ്നാട് സ്റ്റേറ്റിലാണ് റാണിപ്പേട്ട. ഏതായാലും റിയൽ എസ്റ്റേറ്റിൽ നല്ലൊരു കുതിപ്പുണ്ടായിട്ടുണ്ട്. ഈ ഒരു പാത വരുന്നതോട് കൂടിയിട്ട് 25 മടങ്ങ് പൈസ കൂടുതലായി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. 1 ലക്ഷത്തിൻ്റെ സാധനത്തിന് 25 ലക്ഷമായി. ഇവിടെ പണി കുറച്ച് ലാഗാണ്. ഇവിടെ സംഭവം ചെറുതായിട്ടൊരു കേസ് ഉണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഭാവിയിൽ 8 വരിയോ 6 വരിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് പല സ്ഥലത്തും പാലങ്ങളും കൾവേട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ചെറുതായിട്ട് കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം പൊളിക്കാൻ ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. ചെറുതായിട്ട് കേസും കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കുന്ന് പൂർണ്ണമായിട്ട് നിരപ്പാക്കിയാൽ ഇവിടുത്തെ പണികൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇവർക്ക് പുതുതായിട്ടൊരു ക്ഷേത്രം പണിത് കൊടുക്കാം. 50 ലക്ഷത്തിൻ്റെ ഒരു ക്ഷേത്രം കമ്പനി ദിലീപ് ബിൽഡ്കോൺ പണിത് കൊടുക്കാം എന്ന് വരെ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചിട്ടില്ല. ഏതായാലും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ആ ഒരു ക്ഷേത്രം പൊളിക്കാൻ താല്പര്യമില്ല. ആ ഒരു കാരണത്താലാണ് ഇവിടെ പണി ലാഗായിട്ടുള്ളത്, പണിയൊന്നും നടക്കാത്തത്. ആ ഒരു കുന്ന് പൂർണ്ണമായിട്ടും നിരപ്പാക്കണം. ആ ഒരു ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമാണ്. വലതുവശത്തേക്ക് പോകുന്ന റോഡ് ഒസൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഒസൂർ മാലൂർ റോഡാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ സൈഡ് വാൾ കെട്ടി, ആറി വാൾ കെട്ടി അങ്ങനെയൊന്നുമല്ല പാത നിർമ്മിച്ചിട്ടുള്ളത്. സാധാ മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വെറും മണ്ണിട്ടുയർത്തുന്ന പരിപാടിയല്ല. ഈ ഒരു സ്ലോപ്പുള്ള സ്ഥലത്തൊക്കെ ജിയോസെല്ല് ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ടുയർത്തിയിട്ടുള്ളത്. ജിയോസെല്ല് ഉണ്ടാകുമ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ജിയോസെല്ല് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഒരു പ്രോജക്റ്റ് 10 റീച്ചുകളായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫേസ് 1 ചെയ്യുന്നത് ദിലീപ് ബിൽഡ്കോൺ കമ്പനിയാണ്. 52 കിലോമീറ്ററാണ് അവർക്ക് കിട്ടിയിട്ടുള്ള റീച്ച്. BC1 BC2 എന്ന് 2ആയി മുറിച്ചിട്ടാണ് അവർ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. BC1ലും BC2ലും, അതായത് ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ BCE 1 ആട്ടോ, BCE ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ 1ലും 2ലും ഏകദേശം 95% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റ് റിംഗ് റോഡ് STRR
ഇതിലോട്ട് കണക്റ്റ് ആകുന്നുണ്ട്. ഒസൂർ ഭാഗത്തു നിന്ന് വരുന്ന സാറ്റലൈറ്റ് റിംഗ് റോഡാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർചേഞ്ച് മാത്രമാണ് ഉള്ളത്. ഇതിൽ ആക്സസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകുമെന്ന് കരുതുന്നു. അണ്ടർപാസ് മുഖേനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. STRRൻ്റെ പണി ഒരു റീച്ചിൽ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇൻ്റർചേഞ്ചിൻ്റെ നേരെ മുമ്പോട്ട് കണ്ട റോഡുണ്ടല്ലോ, ആ തുടക്കത്തിൽ അത് മാത്രമാണ് പണി കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതും 4 വരിയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഇൻ്റർചേഞ്ച് കൊടുത്തിട്ടാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത്. ആക്സസ് കൺട്രോൾഡ് ഹൈവേയിൽ ഇതേപോലത്തെ പണികൾ മാത്രമേ നടക്കുകയുള്ളൂ. ഈ നടുഭാഗത്ത് കാണുന്ന ഇൻ്റർചേഞ്ച് ക്ലോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് തിരിച്ചു പോകണം. കാരണം 60 കിലോമീറ്റർ ഇടവിട്ടിട്ടായിരിക്കും എക്സിറ്റ് ഉണ്ടാകുകയുള്ളൂ. 60 കിലോമീറ്റർ കഴിയാതെ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ യു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 1033 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ ഒന്ന് പൊക്കി തരാൻ പറഞ്ഞാൽ ഇവിടെ താൽക്കാലിക ബാരിക്കേഡായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ തുറന്നു തരുന്നതാണ്. അതേപോലെ റോഡ് ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയക്കാന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് 5 കിലോമീറ്റർ ഇടവിട്ടിട്ട് ഇത്തരത്തിലുള്ള മീഡിയൻ ഇൻ്റർചേഞ്ച് കൊടുത്തിട്ടുള്ളത്. അത് ക്ലോസ് ആവട്ടോ, ഏത് സമയം ഓപ്പൺ ആവില്ല. ചെറുതായിട്ടൊരു ബാരിക്കേഡ് ഉണ്ടാകും, എടുത്തു മാറ്റാൻ പറ്റുന്ന കോലത്തിലുള്ള. നിങ്ങളൊരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവാതെ മുന്നോട്ട് സഞ്ചരിച്ച് ഏകദേശം ഒരു 5-10 കിലോമീറ്റർ ആയതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സിറ്റ് ആകേണ്ട ഓർമ്മ വന്നത്. അപ്പോൾ ഒരു 1033 നമ്പറിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിക്കാന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഈ ഒരു മീഡിയനിൽ നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്, അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാത്രം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 60-70 കിലോമീറ്റർ ഇടവിട്ടിട്ടായിരിക്കും ഇൻ്റർചേഞ്ചുകൾ വരിക. അതായത് എക്സിറ്റും എൻട്രിയും 60 കിലോമീറ്ററിലായിരിക്കും വരിക. 17,930 കോടി രൂപയാണ് ഈ ഒരു എക്സ്പ്രസ് വേയുടെ ടോട്ടൽ കോസ്റ്റ്. അതായത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ മൊത്തം തുക 17,930 കോടി രൂപയാണ്. 2025 അവസാനത്തോട് കൂടിയിട്ട് പാതയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിജി പറഞ്ഞിട്ടുള്ളത്. മൂപ്പരെ സമ്മേഖനം കേട്ടോ. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നാളെ എങ്ങോട്ട് റോഡ് പണിയാം എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. പല ആളുകളും പല കോലത്തിൽ. എൻ്റെയൊക്കെ മനസ്സിൽ രാവിലെ എണീറ്റാൽ ഇന്നത്തെ വീഡിയോ എവിടെ നിന്ന് ചെയ്യണം, ഏത് ഭാഗത്തെ വീഡിയോ ചെയ്യണം, വീഡിയോ എങ്ങനെ ഉഷാറാക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറങ്ങി എണീറ്റിക്കാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഏത് ഭാഗത്തേക്ക് റോഡ് ഉണ്ടാക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്തായാലും ദീർഘവീക്ഷണമുള്ള നേതാവ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ഗതാഗത മന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും ഗ്രീൻഫീൽഡ് ഹൈവേകളുടെ പണി നടക്കുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വികസനമില്ലാത്ത സ്ഥലത്തും വികസനം എത്തും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് കേട്ടോ. ഓവർപാസ് നിർമ്മിക്കുന്നത് ബോക്സ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ്. ഏതായാലും ഈ ഭാഗത്ത് ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് 9,000 കോടി രൂപ മുടക്കിയിട്ട് ടാറ്റ കമ്പനി റാണിപ്പേട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. 4,000-ലധികം ആളുകൾക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്. അതേപോലെ ടെസ്ല കമ്പനി ആ ഭാഗത്ത് എവിടെയോ വരുന്നുണ്ട് എന്നൊക്കെ സൂചനയുണ്ട്. നല്ല റോഡുകളും ആക്സസ് സുഖമായാൽ തന്നെ ആളുകൾ പുറത്തുനിന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് പുറത്തുള്ള ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല റോഡുകൾ. സുഹൃത്തുക്കളെ, നമ്മുടെ യാത്രാ സൗകര്യം അല്ലെങ്കിൽ ആക്സസ് നന്നായാൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാകും. 9,000 കോടി, 10,000 കോടി, 50,000 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് കൂടും. അതേപോലെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് ജോലി കൂടും. ജോലി കൂടുമ്പോൾ തന്നെ നമ്മുടെ GDPയിൽ നല്ല മാറ്റം ഉണ്ടാകും. GDPയിൽ മാറ്റം ഉണ്ടാകുമ്പോഴും അവിടെയുള്ള ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ ആ ഭാഗത്തുള്ള ആളുകളുടെ പട്ടിണി മാറും. ആ ഭാഗത്തുള്ള ആളുകളുടെ പട്ടിണി മാറുമ്പോൾ GDP തന്നെത്താലെ ഉയരും. GDP ഉയരുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെയും പട്ടിണി മാറ്റാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ഒരു എക്സ്പ്രസ് വേ, ഇതേപോലത്തെ വലിയ വലിയ റോഡ് പ്രോജക്റ്റുകളെ കൊണ്ടുള്ള ഗുണം. അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ജിയോസെല്ല് വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മണ്ണൊലിപ്പ് തടയാൻ പറ്റും. റോഡിൽ ഒരിക്കലും വെള്ളക്കെട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. 2 സൈഡിലോട്ടും റോഡ് ചെറുതായിട്ട് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നടുഭാഗത്ത് കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നടുഭാഗത്ത് മരങ്ങൾ നടുന്നുണ്ട്. 2 സൈഡിലും മരത്തൈകൾ നട്ടിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള ഒരു പാതയാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മരങ്ങൾ എത്രത്തോളം വെട്ടിമാറ്റുകയെന്ന് നിങ്ങൾക്കറിയില്ല ഈ ഒരു പാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. ഏതായാലും അതിൻ്റെ ഡബിൾ മടങ്ങ് മരത്തൈകൾ ഇവിടെ നടുന്നുണ്ട്. അപ്പോൾ 60 മീറ്ററിൽ 4 വരിയിലുള്ള ഈ ഒരു പാത സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആണ്. ഈ പാത വരുന്നതോട് കൂടിയിട്ട് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എക്സ്പ്രസ് വേ ഇതിലോട്ട് കണക്റ്റ് ആകും. അതേപോലെ സൂററ്റ് ചെന്നൈ എക്സ്പ്രസ് വേ, അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് വേകൾ വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും. NH66 പ്രോജക്റ്റ് ഡീറ്റെയിൽ പറയുന്നത് പോലെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ പറയാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഏതായാലും 10 റീച്ച് ഉണ്ട്. 10 റീച്ചിലെയും വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് റീച്ച് വന്ന് ഹൊസ്കോട്ടെ ടു മാലോർ,
26.4 കിലോമീറ്ററാണ് ആ ഒരു റീച്ച്. രണ്ടാമത്തെ റീച്ച് മാലൂർ ടു ബംഗാർപേട്ട് 27.1 കിലോമീറ്ററാണ് ആ ഒരു റീച്ചിൻ്റെ നീളം. ഈ ഒരു 2 റീച്ചിൻ്റെയും പണി നടത്തുന്നത് ദിലീപ് ബിൽഡ്കോൺ. ദിലീപ് ബിൽഡ്കോണിൻ്റെ വർക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. മൈസൂരു ബംഗളൂരു എക്സ്പ്രസ് വേയിലും ഈ ഒരു ദിലീപ് ബിൽഡ്കോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും വർക്ക് അടിപൊളിയാണ്. ഈ ഒരു ഇൻ്റർചേഞ്ചിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതും ദിലീപ് ബിൽഡ്കോണാണ്. ദിലീപ് ബിൽഡ്കോണിൻ്റെ റീച്ചിൽ 2 റീച്ചിലും ഏകദേശം 95% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി പണി നടക്കാനുള്ളൂ. അപ്പോൾ ഏതായാലും മറ്റുള്ള 10 റീച്ചിലെയും കാഴ്ചകൾ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കിങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രെയിൻ കയറി വന്നതാണ്. ഇവിടെയുള്ളൊരു സുഹൃത്ത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ബൈക്ക് എനിക്ക് തന്നു. അങ്ങനെ ആ ഒരു ബൈക്കിലാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. ആ ഒരു സുഹൃത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സനീഷ് എന്നാണ് സുഹൃത്തിൻ്റെ പേര്, സനീഷ് സിദ്ധാർത്ഥൻ. അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ ബൈക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബൈക്ക് ഓടിച്ച് വരാൻ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഏതായാലും ആ സുഹൃത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ NH66 പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ല. നമുക്ക് വിശദമായിട്ട് വീണ്ടും ചെയ്യാം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഈ ഒരു ഇൻ്റർചേഞ്ച്, അതേപോലെ 4 വരി ആക്സസ് കൺട്രോളായിട്ടുള്ളൊരു ഹൈവേയുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ഈ ഒരു വലിയ പ്രോജക്റ്റ് ഇതിങ്ങനെ പണി കഴിഞ്ഞ ഭാഗമൊക്കെ കണ്ടപ്പം ഒന്നായിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ആയി. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റാഞ്ഞത്. ഏതായാലും അടിപൊളി വർക്കാണ്. വരും കാലങ്ങളിൽ ഇതേപോലത്തെ എക്സ്പ്രസ് വേകൾ ഇന്ത്യയിൽ ഒരുപാട് വരുന്നതാണ്. കേരളത്തിലും ഇതേപോലത്തെ എക്സ്പ്രസ് വേകൾ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നാം വുഡ്ലാൻഡിൻ്റെ ഷൂവും കീറിയ സോക്സും. കാരണം നല്ല കാഴ്ചയും വോയിസ് ഓവർ ആണെങ്കിൽ ഒരു ഉപ്പേക്കില്ലേനും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോക്കൊന്നും ഇത്തരത്തിലുള്ള വോയിസ് ഓവർ അല്ല കൊടുക്കേണ്ടത്. ഈ ഒരു ഡീറ്റെയിൽ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ നമുക്കെന്താ പറയുക, ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളെ സന്തോഷം ആളുകൾ അറിയട്ടെ. കാരണം ഇന്ത്യയിൽ ഇതേപോലത്തെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ജനങ്ങൾ അറിയട്ടെ. ആ ഒരു ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാധിക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ആൻഡ് ഷെയറാണ്. അത് ചെയ്യുക. നിങ്ങൾ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്താണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്. സീ യു അഗെയിൻ. ബൈ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.